സമസ്ത ഉണ്ടായിട്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കിക്കൊള്ളുണ്ടോ? അത് കുറച്ച് മുലമാരുട്ടികളും കുറച്ച് മുദരിസമാരും കുറച്ച് മുഅല്ലിമീങ്ങളും അതിനുണ്ടാവുള്ളൂ. അതും പൂതി കരുതണ്ട. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് സമസ്ത എന്താന്നുള്ളത്. അത് ഇലാഹിയായ സംഘടന, അതിനോട് കളിക്കണ്ട. കളിച്ചവനൊന്നും ജയിച്ചിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് പണ്ഡിത സംഘടനയാണ്. അത് ഉയർന്നുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഇപ്പോൾ മരിച്ചു നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ആ സംഘടന. മിഞ്ഞാന്ന് നമ്മുടെ സഫ്വാൻ ഉദവിന്റെ കയറി താമസിക്കുന്നു. അപ്പൊ 9 മണിക്കാ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് എത്താന്ന് കരുതി ഞാൻ 8 മണിക്കെന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ വന്നു. മാഷാ അല്ലാഹ്. ഞാൻ മൗനാക്കാനെ കൂട്ടി പെട്ടെന്ന് വണ്ടി എടുത്ത് ഷെയ്ഖുനാനെ കാണാൻ നേരി പോയി. ഷെയ്ഖുന് ചായ കുടിച്ചിറങ്ങി എന്നെ കണ്ട് വണ്ടി അവിടെ നിർത്തി. മാഷാ അല്ലാഹ്. എനിക്കെന്തെങ്കിലും വിഷമമായോ എന്ന് കരുതി കാറിന്റെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. ഇത് സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളെ കണ്ടേക്കാൻ ഉസ്താദിന് ഈ ഭാഗത്ത് വന്ന വീട്ടിലേക്കാരും ഭക്ഷണം. ഞാനൊരു മഹാനായിട്ട് കാണുന്ന മൂപ്പരാണ്. കാരണം കാറ് നിർത്തി കയ്യിന്റെ തലം വെച്ചിട്ട് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പറം നിങ്ങളുടെ തലയിൽ കൈവച്ച മതിയാ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുവരെ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാൻ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, ഞാൻ ചായക കുടിക്കുക, പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഷെയ്ഖുനാന്റെ കയ്യിന്റെ മൂർദാവിൽ വെച്ച് പഠിച്ചവനെ ഇന്ന് മുതൽക്ക് എൻ്റെ എല്ലാ അസുഖം മാറിയിട്ടത്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ അവർ മനസ്സിലാക്കും. നമ്മള് എന്തേലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഡിഗ്രികൾ കിട്ടുമ്പോഴേ മഹാന്മാരെ ആക്ഷേപിക്കാനും ഓലെ തുണിയിരിക്കണോലെ കുറ്റം പറയാനും ഓലെ ആക്ഷേപിക്കാനും നമ്മളായിട്ടില്ല. അതിന് ഒരൊറ്റ സമസ്ത എതിർക്കണോര് ആരാലും ശരി അവർക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാ. നമുക്കതിന് റൂട്ട് അറിയാം. സമസ്ത ആര് പരാജയപ്പെടാൻ ഉദ്ദേശിച്ചാലും അതിനെ കൊച്ചാക്കാൻ ആരും നടക്കണ്ട. സമസ്ത ഉണ്ടായിട്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കിക്കൊള്ളുണ്ടോ? അതിങ്ങനെ കുറച്ച് ഉസ്താദുമാരുണ്ടാവും, ഓലെ മഹലിൽ നിന്ന് പിരിച്ചുവിട്ട സംഗതി നടക്കും എന്നൊക്കെ ചില ആളുകൾക്ക് ഒരു പൂതിണ്ടെങ്കിൽ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചോളൂ. ഞാൻ കൃത്യമായി പറയുന്നു, മരിക്കുന്നത് വരെ സമസ്തന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് ആ ഉസ്താദുമാരെ ആദരിച്ച് അവരെന്ത് 40 മുഷാവറ മെമ്പർ, ഓരോരുത്ത് പാട്ടുണ്ടാവില്ല, ഓരോരുത്ത് തെറ്റുണ്ടാവില്ല. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തീർക്കട്ടെ. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഖൽബിൽ ആവശ്യം. വലസ്തു ബാലിഹീന ഖുതലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ബഹുമാനപ്പെട്ട എസ്കേഎസ്എഫിന്റെ മക്കളെ, ഇന്ന് ആരും വേണ്ടടോ സമസ്തക്ക് കവചമായിക്കൊണ്ട് എസ്കേഎസ്എഫിന്റെ കുട്ടികളിൽ നിന്നാൽ മാത്രം മതി എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുൽ ഉലമയുടെയും ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദിന്റെയും കൊയ്യോട് ഉസ്താദിന്റെയും പിന്നിൽ നിന്ന് അവര് സ്വർഗത്തേക്ക് പോകുമ്പോ അവരെ പുറകിൽ പോയി അവരെന്ത് പറഞ്ഞ് അത് അംഗീകരിച്ച് ആരെയും കുറ്റം പറയാനോ ആരെയും ആക്ഷേപിക്കാനോ പോകാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അടിയുറച്ച് മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് അതിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും ഇനി വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ നിന്ന് പ്രവർത്തിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് നമ്മുടെ വിശ്വാസമാണ്. അത് മനസ്സിലായിക്കോളെ. അത് നമ്മുടെ ആദർശമാണ്. മറ്റൊക്കെ ദുന്യാവാണ്. ദുന്യാവെന്ന് മരിച്ചുണാക്കണം പോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതാരും മനസ്സിലാക്കണ്ട. സമസ്ത ഒരു ചെറിയ സംഘടനയെന്ന് ആരും മനസ്സിലാക്കണ്ട. അതിന് അസ്ഥിവാരമുട്ടതൊക്കെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കഴത്തങ്ങളാ. ഇന്ന് നാം അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി കുടുംബത്തിന്റെ ഖലീഫയാ. ആർക്കെങ്കിലും സംശയമുള്ളത്? അതിലാർക്കും സംശയം വേണ്ട. എല്ലാവരെയും ആദരിക്കുകയും ഉമറാക്കളെയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടെങ്കിൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയ, ആ കൂട്ടത്തിൽ ഉഖറവിയായ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. സമ്മേളനം വിജയിക്കൂല. മാത്രമല്ല അതിലേക്കുള്ള തഹയ്യ ഫണ്ടിനെ എതിർക്കുന്നവരെ ആളുകളുണ്ട്. അതിക്ക് തയ്യ കൊടുക്കണ്ടെന്നാ. എടോ, ഈ ഒരാൾ കൊടുക്കണ എന്തിനാണ് ഈ ആൾക്കാർ അതിനാക്ഷേപിക്കണെന്നാണ് ചോദിക്കുന്നത്. അതിലാവശ്യമുള്ള ആൾക്കാർ, തെക്കുള്ള ആൾക്കാർ മഹാന്മാരെ കൊടുക്കുള്ളൂ. സംശയമുള്ള ആൾക്കാർ കൊടുക്കൂല.
ഒരു കൊടുത്തിട്ടില്ലെങ്കിലും സമസ്ത പ്രവർത്തകന്മാർ ആ സമ്മേളനം വിജയിപ്പിക്കും. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമ്മേളനത്തെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള ആ യാത്ര, ആ സമസ്തയുടെ കൊടിയുമായി കൊണ്ടുള്ള ആ യാത്ര ഉണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ഒരു തലവേദന പോലും, ഒരു പനി പോലും ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് അല്ലാഹു കൊടുക്കാതെ ശൈഖുനാന്റെ വരവിലൊക്കെ പങ്കെടുക്കുകയും ശൈഖുനാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമസ്തക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും സാധുക്കളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വന്യരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് ശൈഖുനാക്കോട്ടം ഉസ്താദ്, ശൈഖുനാക്ക് ഉസ്താദ്, നാട്ടിക ഉസ്താദ്, ഇവരൊക്കെ വെച്ചാൽ എനിക്കൊരുപാട് ബഹുമാനമുള്ള ശൈഖുന, പിന്നെ ജലീൽ ഫൈസി പുല്ലങ്കോട് എന്നെ തിരൂർ കൊണ്ടാക്കിയതും എനിക്ക് ജോലി മേടിച്ചു തന്നതും ആ കമ്മിറ്റിക്കാരോട് ഇന്നും പറയണം. ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം ചികിത്സ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം നൂലൂതിക്കോളിട്ടോ വെള്ളോതിക്കോളും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മഹലിൽ ശരിക്കും 2 കൊല്ലം ഞാൻ അവിടെ നിന്ന് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം പുത്തൂർ ഫൈസി എന്നെ മമ്പാട് കൊണ്ടാക്കിയ മനുഷ്യനാണ്. അവരൊക്കെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് ഈ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ എടക്കര വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഇൻഷാ അല്ലാഹ് സമസ്തക്ക് എടക്കരന്റെ വിരിമാറിൽ SKSFന്റെ കീഴിൽ, SYSന്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് 1, 2, 3 സെന്റ് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു പ്രൗഢമായ ബിൽഡിംഗ് കെട്ടാൻ സർവശക്തനായ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ സാധുവായ ഞാൻ നിൽക്കുകയും പിന്നിൽ ഉസ്താദുമാരായ നിങ്ങളൊക്കെ വേണമെന്നും എന്റെ SKSFന്റെ മക്കൾ ഉണ്ടാകണമെന്നും ഉണർത്തി സർവശക്തനായ അല്ലാഹു ഈ സംരംഭം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും നമ്മുടെ വരവും അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു സ്വാലിഹായ അമലാക്കട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റട്ടെ. നമ്മുടെ വീട്ടുകൾ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മാര്, വാപ്പാര്, ഉസ്താദുമാർ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എൻ്റെ 4 കൊല്ലത്തെ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ശൈഖുന പൻവരി ഫദിൽ ഉസ്താദിന്റെ ഒക്കെ വാക്കാലൂരിൽ നിന്ന് എനിക്ക് ഇൻഷാ അല്ലാഹ് ആദ്യമായി ഒരുത്തുന്ന മഹാനാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇൻഷാ അല്ലാഹ് സമസ്തയോട് സ്നേഹമുള്ള മുഴുവൻ ആളുകൾ എല്ലാവർക്കും അല്ലാഹു നല്ല ബുദ്ധിയും സൽസ്വഭാവവും ആലിമീങ്ങളെ എറുക്കാൻ പോകണ്ട. അത് നമുക്ക് ഭയങ്കര കേടാണ്. പൊരുത്തപ്പെടിച്ചാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപകടം. എനിക്കത് അനുഭവമാണ് മക്കളെ. ഞാനത് പരിശീലി പറയണില്ല. അലിമീങ്ങളെ വെറുതെ മൈക്കിന്റെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും പഠിച്ചു നോക്കുക. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ കുറച്ച് ആൾക്കാർ മഹാന്മാരെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട്. അത് അപകടത്തിലേക്കായി. പ്രത്യേകിച്ച് സമസ്തനെ കുറ്റം പറഞ്ഞാൽ ആരും ജയിച്ചിട്ടില്ല. അത് അപകടത്തിലേക്കാണെന്ന് ഉണർത്തി അല്ലാഹു ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.